ബുധനാഴ്ച നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഫെഡ് ചെയർമാനായ ജെറോം പവൽ ഈ വർഷം തന്നെ 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 269 പോയിന്റ് ഉയരുകയും S&P 0.32 നാസ്ഡാക്ക് 0.20% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇൻഫ്ലേഷൻ ഡേറ്റ തുടർച്ചയായി ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതേസമയം 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള അനൗൺസ്മെൻറ്റ് മാർക്കറ്റിനെ ഓവർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിച്ചു എന്നാണ് പല പോർട്ട്ഫോളിയോ മാനേജേഴ്സും പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നെഗറ്റീവ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്ന ചില സെക്ടറിലെയും ആ സെക്ടറിലെ സ്റ്റോക്കുകളെയും പരിചയപ്പെടാം. ഒന്നാമത്തേത് IT സെക്ടർ. IT സെക്ടറിനെ ആകമാനം ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് അസഞ്ചർ എന്ന കമ്പനി കഴിഞ്ഞ ദിവസം 2024 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസ് 2 മുതൽ 5% നിന്നും 1 മുതൽ 3% കുറച്ചു. അസഞ്ചർ പോലുള്ള വലിയ കമ്പനി 2024 ഫിനാൻഷ്യൽ ഇയറിൽ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് പ്രതീക്ഷിച്ചത്. ഈ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെ 2 മുതൽ 5% നിന്നും 1 മുതൽ 3% കുറയ്ക്കുകയാണ് ചെയ്തത്. ഏപ്രിൽ 12 മുതൽ TCS പോലുള്ള ഇന്ത്യൻ IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുന്നോടിയായി അസഞ്ചർ അതിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചത് ഇന്ത്യൻ IT സെക്ടറിനെയും ഇന്ത്യൻ കമ്പനികളുടെ പെർഫോമൻസിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച രീതിയിലുള്ള ഡിമാൻഡും റിക്കവറിയും വരാത്ത സാഹചര്യത്തിലാണ് അസഞ്ചർ അതിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചിരിക്കുന്നത്. അസഞ്ചറിൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനിക്ക് ലഭിക്കുന്ന ഡീലിൽ 2% ഇടിവ് വന്നു. 21.6 ബില്യണിൻ്റെ പുതിയ ന്യൂ ബുക്കിങ്ങുകളാണ് കമ്പനിക്ക് ലഭിച്ചത്. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ 13% നിന്നും 12.3% ഇടിയുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റയർ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് കമ്പനി കുറച്ചിരിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്നും കമ്പനിക്ക് ഫ്ലാറ്റ് റവന്യൂ ആണ് ലഭിക്കുന്നത്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ കോണ്ടിനെൻറ്റുകളിൽ നിന്നും 1% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രധാന ബിസിനസ് വെർട്ടിക്കലുകളിൽ ഹെൽത്ത് ആൻഡ് പബ്ലിക് സർവീസ് വെർട്ടിക്കലിൽ 10% ഗ്രോത്ത് പ്രതീക്ഷിക്കുമ്പോൾ BFSI സെഗ്മെൻറ്റിൽ 6% ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. അസഞ്ചറിൻ്റെ ന്യൂ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബുക്കിങ്ങിൽ $600 മില്യൺ റവന്യൂ കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട്. കൂടാതെ കമ്പനിയുടെ അട്രീഷനും ഉയരും. ഏകദേശം 723 എംപ്ലോയീസിനെ കമ്പനി സീക്വൻഷ്യലി പിരിച്ചുവിട്ടിട്ടുണ്ട്. അട്രീഷൻ 2% ഉയർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസഞ്ചറിൻ്റെ പെർഫോമൻസിനനുസരിച്ചാണ് ഇന്ത്യൻ IT സെക്ടറും പെർഫോം ചെയ്യുന്നത്. കാരണം അസഞ്ചറിൻ്റെ വളരെ വലിയ ഓർഡറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് ഫുൾഫിൽ ചെയ്യുന്നത്. അസഞ്ചർ ഇന്ത്യൻ മാർക്കറ്റിന് വളരെ വലിയ ഓർഡറുകൾ നൽകിയില്ലെങ്കിൽ അതിനനുസരിച്ച് ഇന്ത്യൻ IT സ്റ്റോക്കുകളും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അസഞ്ചർ 9% ഇടിയുകയും ചെയ്തു. എന്നാൽ ഇൻഫോസിസിൻ്റെയോ വിപ്രോയുടെയോ ADR നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് വലിയ ഇടിവ് കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപേ അസഞ്ചർ ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ IT സെക്ടറും അതുപോലെ തന്നെ IT സെക്ടറിലെ സ്റ്റോക്കുകളും അണ്ടർ പ്രഷറിലായിരിക്കും. ടാക്സ് ഡിമാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ടാറ്റ കെമിക്കൽസ് 0.4% ഉയർന്ന് 1036 ക്ലോസിംഗ് നൽകി. 26,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 14.45, ഡിവിഡൻഡ് yield 1.69%. 52 വീക്ക് ഹൈ 1350, 52 വീക്ക് ലോ 921. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 104 കോടി രൂപയുടെ പെനാൽറ്റിയാണ് ടാറ്റ കെമിക്കൽ എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ സൺസിൻ്റെ IPOയെക്കുറിച്ചുള്ള വാർത്ത വന്നതിന് ശേഷം ടാറ്റ കെമിക്കലിൽ വളരെ വലിയൊരു റാലി വരികയും സ്റ്റോക്ക് 1350 വരെ ഉയരുകയും ചെയ്തു. പക്ഷേ ടാറ്റ സൺസിൻ്റെ IPO പ്രതീക്ഷ മങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് തുടർച്ചയായി ഇടിയുകയാണ്. സ്റ്റോക്ക് ഇപ്പോൾ 1034 ട്രേഡ് ചെയ്യുന്നു. 1000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 980, 920 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. ഈ 2 ലെവലും സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്.
കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്രോംപ്ടൺ 1.7% ഉയർന്ന് 269 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 17,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.01, ഡിവിഡൻഡ് യീൽഡ് 1.11%. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 68 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡാണ് ക്രോംപ്ടൺ എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇതിൽ ഏകദേശം 13 കോടി രൂപ ടാക്സ് ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇത് ക്രോംപ്ടനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ക്രോംപ്ടൺ എന്ന സ്റ്റോക്കും ബിയറിഷ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 500 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 250 രൂപ വരെ എത്തുകയും അതിനുശേഷം സ്റ്റോക്ക് ഒരു റിക്കവറിക്ക് ശ്രമിച്ച് 320 രൂപയിൽ റെസിസ്റ്റൻസ് നേരിട്ട് വീണ്ടും 269 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 250 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്ക് 200 വരെ ഇടിഞ്ഞേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്